മേരി, ദാ നോക്കൂ, ആ പൂക്കൾ, വെള്ള ലില്ലിപ്പൂക്കൾ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ? അത് പറിക്കുന്നില്ലേ? അതേലോ. അന്നൊരിക്കൽ മേരിയും ഞാനും കൂടി ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വെള്ളലില്ലിയും എടുത്തെടുത്തതാണല്ലോ. അതെ അതെ, എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് വേണ്ട. അതെന്താ? ജോസഫ് ഇന്നത്തേക്കുള്ള പൂക്കൾ തന്നിട്ടുണ്ട്. ഓഹോ. എന്നാൽ നമുക്ക് ചുള്ളിക്കമ്പുകൾ നോക്കിയാലോ? വീട്ടിലേക്കുള്ള വിറക് ഞാൻ നേരത്തെ എത്തിച്ചിട്ടാ വന്നത്. അമ്മ എന്നെ മേരിയെ സഹായിക്കാൻ അയച്ചതാ. ആണോ? ദൈവം എന്നെ എത്രമാത്രം സഹായിക്കുന്നു. നിങ്ങൾ എന്നെ വളരെയേറെ കരുതുന്നു. പക്ഷേ വിറകും ജോസഫ് എത്തിച്ചിരുന്നോട്ടോ. മേരി, നീ എത്ര ഭാഗ്യവതിയാ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ജോസഫ് നിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ. അതെ, അദ്ദേഹം വളരെ നല്ലവനാണ്. രാത്രിയിലേക്കുള്ള പഴങ്ങളും ഏൽപ്പിച്ചിട്ടാണ് പോയത്. രാവിലെ പാലും എണ്ണയും എത്തിക്കാമെന്നും പറഞ്ഞു. മേരി, നീ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവളാണല്ലോ. എന്നാൽ നമുക്ക് നാളെ കാണാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മോളെ, നീ രാവിലെ എവിടെ പോകുന്നു? ഞാൻ യൂദയായിലേക്ക്, ഇളയമ്മയുടെ അടുത്തേക്ക്. കുറച്ചു കഴിഞ്ഞേ വരൂ. നന്നായി മോളെ. ഇവിടെ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെ ആകുമ്പോൾ ഒരു കൂട്ടുണ്ടല്ലോ. ആട്ടെ, ജോസഫിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. പരിചയക്കാർ ആരെങ്കിലും എന്റെ കൂടെ പോരുവാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോയതാ. മുന്തിരി വെട്ടിയെടുക്കാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കൂടെ വന്നേനെ. പോയി വരാട്ടോ. ആ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കൂ, വെള്ളവും വെക്കണം. പിന്നെ നാളെ മത്തായിയെ വിളിക്കണം. മുന്തിരി വള്ളികൾ വെട്ടിയൊരുക്കാറായി. കാല് വേദനിച്ചിട്ട് വയ്യ. നീ ഒന്ന് തിരുമ്പി തന്നേ.
സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഇളയമ്മയ്ക്കെല്ലാം അറിയുമല്ലേ? ഈ നിമിഷം വരെയും ഇല്ലായിരുന്നു, പക്ഷേ നീ വന്നപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. എനിക്ക് സന്തോഷമായി. എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഒരാളായല്ലോ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. അതെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായ ദൈവം മേരിയിലൂടെ മരിയൻ വില്ലേജിന് ഈ 25 വർഷങ്ങൾ ചെയ്തു തന്ന വലിയ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം.